ഹലോ, ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. വഴറ്റിയ ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പൊടിപടലങ്ങളൊക്കെ ചേർക്കാറുള്ളൂ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പേസ്റ്റ് ചേർക്കുന്നു. പേസ്റ്റ് ചേർക്കുന്നവർ ഇതുപോലുള്ള പാക്കറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വഴണ്ട് വന്ന സവാളയിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. അതിനുശേഷം പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടി. നല്ലതുപോലെ പാനിലിട്ട് മൂപ്പിച്ച ശേഷമാണ് ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ വെക്കുന്ന കറികളൊക്കെ ആണെങ്കിൽ രാവിലത്തേക്കിന് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മൂപ്പിച്ച ശേഷം അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. എപ്പോഴും തിളപ്പിച്ച വെള്ളം മാത്രം കറികളിലേക്ക് ഒഴിക്കുക. അത് മുട്ടക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പച്ചവെള്ളം അതുപോലെ ഒഴിക്കുമ്പം ഈ പച്ച രുചികളൊക്കെ, അതായത് പൊടിയുടെ പച്ച രുചികളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ട്. മാത്രമല്ല ആ ഒരു കറിയുടെ ടേസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് മാക്സിമം ചൂടുവെള്ളം തന്നെ ഇതുപോലെ മസാലകളൊക്കെ ചൂടാക്കിയ ശേഷം ഒഴിക്കുക. രാത്രിയിൽ ഇതുപോലെ പെട്ടെന്ന് വെക്കുന്ന കറികളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു മുൻകൂട്ടി തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ വെക്കുന്ന കറികളൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അടച്ച് വെച്ച് ചിക്കനിലെ വെള്ളം ഇറങ്ങിയ ശേഷം മാത്രമേ അതിലേക്ക് തിളപ്പിച്ചാർച്ച വെള്ളം ഒഴിക്കാവൂ. പിന്നെ ഒരുപാട് ഗ്രേവി ആക്കാതെ നിങ്ങൾക്ക് ചാറിന് ആവശ്യമായ ഗ്രേവി മാത്രം തയ്യാറാക്കുക. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത ശേഷം, ഇന്ന് ഞാൻ വൈകിട്ട് ബ്രെഡാണ് കഴിക്കാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല ചൂടൻ ലെഗ് പീസും കൂടെ നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടുക. പിന്നെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ ബൈ.